ചാത്തൻ എങ്ങനെ വിഷ്ണുമായ ആയി? ശിവന് പാർവതിയിലുണ്ടായ പുത്രൻ കൂളിവാക എന്ന ചണ്ടാല യുവതിയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന് കൂളിവനത്തിൽ ചാത്തൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരിക്കൽ ചാത്തന്റെ പിറന്നാളിന് ആ ഗ്രാമം മുഴുവൻ അസുലഭമായ ഒരു സദ്യ ഒരുക്കി അവർ ചാത്തനെ സന്തോഷിപ്പിച്ചു. ചാത്തനും ഒരുക്കങ്ങളിൽ കൂടെ കൂടി. ആ പിറന്നാളിന് കൂളിവാക അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് അവനെ ധരിപ്പിച്ചു. തിരിച്ചു വരാമെന്ന ഉറപ്പോടെ ചാത്തൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു. കൂടെ വാഹനമായി അവന്റെ സന്തത സഹചാരിയും കൂട്ടുകാരനുമായ മാടൻ പോത്തും കൂടെ കൂടി. പരിചിതമല്ലാത്ത മുഖമായതിനാൽ കൈലാസത്തിന്റെ വാതിലിൽ തന്നെ സാക്ഷാൽ നന്ദികേശൻ ചാത്തനെ തടഞ്ഞു വെച്ചു. നിനക്ക് അകത്തോട്ട് പ്രവേശനമില്ലെന്നും ഇവിടെ നിന്ന് എത്രയും വേഗം പൊയ്ക്കൊള്ളാനുമായിരുന്നു നന്ദിയുടെ ഉപദേശം. ഒരു നിമിഷം വിഷമിച്ചെങ്കിലും മായാജാലക്കാരനായ പൊന്നുണ്ണി അല്പം മാറി നിന്ന് അവന്റെ മായാവിദ്യകൾ ഉപയോഗിച്ച് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ചു. തുടർന്ന് നന്ദിയുടെ അരികിലേക്ക് പോയപ്പോൾ നന്ദി ആ രൂപത്തെ കൈലാസത്തിലേക്ക് ആനയിച്ചു ശിവപാർവതിമാരുടെ അടുത്തോട്ട് എത്തിച്ചു. തുടർന്ന് ചാത്തൻ സ്വന്തം രൂപം സ്വീകരിച്ച് അച്ഛന്റെയും അമ്മയുടെയും ആശീർവാദം വാങ്ങി കൈലാസത്തിൽ വിളയാടി. മായ കാണിക്കാനായി സാക്ഷാൽ വിശ്വപരിപാലകനായ മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ചതിനാൽ അവനെ വിഷ്ണുമായ ചാത്തൻ എന്ന് വിളിച്ചു തുടങ്ങി. അതെ, സാക്ഷാൽ വിഷ്ണുമായ ചാത്തൻ.